അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു യുവാവായ സഹാബി ഓടി ഓടി പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ. തൃക്കരിപ്പൂരിന്റെ പ്രഭാഷണങ്ങൾക്കാണ് ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആധുനിക ലോകത്തിന്റെ അസുരതകൾ മുഴുവനും ജീവിതത്തിലോട്ട് കടന്നു വന്ന് തമ്മാടികളായി അശ്ലീലതയുടെ വക്താക്കളായി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പോലും അവമതിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തുടരുകയാണ് മുത്തു റസൂലിന്റെ നിയോഗത്തെ കുറിച്ച്. ആ നിയോഗം ആദ്യം ഒരു തസ്കിയത്ത് കൊടുക്കാനാണ് വന്നത്. എല്ലാവരെയും സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ. ആ സംസ്കാരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലും മാടി വിളിച്ച സംസ്കാരം ഏതെന്നറിയോ? ഒരു സഹാബി ഓടി ഓടി നബിയുടെ അടുക്കലേക്ക്, ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ, ഞാൻ നശിച്ചുപോയി നബിയേ. അങ്ങനെ സ്വയം തോന്നാത്തതാണ് നമ്മുടെ വിഷയം. അവനവൻ നശിച്ചുപോയെന്ന് അവനവന് തോന്നണം. എന്റെ ചെറുപ്പക്കാരോ, ഈ റബീ പ്രഭാഷണത്തിന് ആദ്യത്തെ പ്രമേയം സമർപ്പിക്കട്ടെ. ഞാൻ നശിച്ചുപോയി, എനിക്കില്ലാത്ത ദുസ്വഭാവങ്ങളില്ല. ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ പലിശ വാങ്ങിക്കാറുണ്ട്, ഞാൻ അശ്ലീലം പറയാറുണ്ട്, അത് കാണാറുണ്ട്. ഞാൻ നശിച്ചു പോയല്ലോ. എങ്ങനെ നിങ്ങൾക്കത് തോന്നാത്തതെന്താ? നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാത്തതെന്താ? ഏത് സമയത്ത് അവനവന് ഞാൻ നശിക്കാൻ തുടങ്ങി എന്ന ഒരു ബോധം വരുന്നു, അപ്പോഴാണ് യഥാർത്ഥ തസ്കിയത്തിന്റെ വഴിയിലേക്ക് നടന്നു പോവുക. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാബിത്തേ എന്ത് പറ്റി സാബിത്തേ, നീ എന്താണ് നശിച്ചത് സാബിത്തേ? തൃക്കരിപ്പൂർ ചെറുപ്പക്കാരാ, സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ വ്യഭിചരിച്ചിട്ടല്ല, കള്ളു കുടിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ചിന്തിക്കണം, ഈ വിഷയത്തിന്റെ മർമ്മഭാഗമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് യാ റസൂലല്ലാഹ്. ഏതാണ് ആ സ്വഭാവം എന്നറിയോ? ആ സ്വഭാവം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഇതാണ് മുത്ത് റസൂലിന്റെ മുമ്പിലെ തസ്കിയത്തിന്റെ നിയോഗത്തിന്റെ പരിവർത്തനം. നബിയേ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളെ ഇരുത്തി പുകഴ്ത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. ഇതാണ് തസ്കിയത്ത്. കള്ളു കുടിക്കുന്നതല്ല, പലിശ വാങ്ങിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലേ ഖുർആൻ അത് പാടില്ലെന്ന് നിരോധിച്ചതാണല്ലോ. വലാ تحسبن الذين يفرحون بما آتوا ويحبون أن يحمدوا بما لم يفعلوا. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് ഉപേക്ഷിക്കണേന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് മദ്യപാനത്തെ കുറിച്ചല്ല, ലഹരിയെ കുറിച്ചല്ല. അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട് നബിയേ. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി തിരുദൂതവേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാബിത്തേ ഇല്ല ഇല്ല, നീ നശിച്ചു പോയിട്ടില്ല സാബിത്തേ. അമാ തറലാ, തന്റെ മുമ്പിൽ വന്നിട്ട് നശിച്ചുപോയി നാമരാതി പറഞ്ഞ അനുയായിയോട് മുത്ത് റസൂല് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്തേ അമാ തറലാ, നിനക്കിഷ്ടമാണ് സാബിത്തേ അന്ത തഈശു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. സാബിത്തേ
അന്ത തഈഷു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. നീ ജീവിക്കുമ്പോൾ ലോകത്ത് സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും, എല്ലാവരും നിന്നെ മാനോളം പുകഴ്ത്തും. സാബിത്ത് ശരിയാണ്, ശരിയാണ്. റൗളയുടെ മുകളിൽ ആയത്ത് കാണുമ്പോ അനുരാഗപ്രേമികൾ എന്നും പറയും ഇത് സാബിത്ത് ബിൻ ഖൈസിന്റെ പേരിലാണ്. അന്നാണ് സാബിത്ത് ബിൻ ഖൈസ് വായടച്ചിട്ട് പേടിച്ച് തന്റെ വീടിന്റെ റൂമിൽ പോയിരുന്നത്. അന്നാണ് പൊട്ടിക്കരഞ്ഞത്. അന്ത തഈഷു ഹമീദാ, ഏറ്റവും സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും സാബിത്തേ. വതമൂതു ഷഹീദാ, ലോകത്തെ ഏറ്റവും രക്തസാക്ഷിയായി നീ വഫാത്താകും സാബിത്തേ. വതദ്ഖുലുൽ ജന്ന, അങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ എത്തും സാബിത്തേ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇത്തിരി ഉയർന്നതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. നബിയെ പറഞ്ഞു കൊടുക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു പിന്നെ നിസ്കാരം വീട്ടിലായി, ആരാധനകൾ വീട്ടിലായി. ചുരുക്കി പറയട്ടെ, കേട്ട സംഭവമാണ്. അവസാന സഹാബത്ത് പോയി അന്വേഷിക്കുമ്പോ വാതിൽ മുട്ടവേ തന്റെ മുഖം വാതിൽ പടിയിലൂടെ വെളിയിലോട്ടിരുത്തിയിട്ട് സാബിത്തെ മുത്ത് റസൂൽ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വരില്ല. എന്റെ സാബിത്തെ, എന്റെ ശബ്ദം മുത്ത് റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്. അറിയാതെ അതവ് കേടുവന്നു പോകുമോ? അനുരാഗത്തിന്റെ തീവ്രതയുടെ സ്പർശന തലങ്ങളിലേക്ക് സാബിത്ത് റളിയല്ലാഹു അൻഹു കടന്നപ്പോ അവസാന മുത്ത് റസൂലിന്റെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, ഖുർആനിൽ ആയത്തിറങ്ങിയില്ല നബിയേ, അങ്ങയുടെ ശബ്ദത്തെക്കാൾ മറ്റൊരാളുടെ ശബ്ദം ഉയരാൻ പാടില്ലെന്ന്. അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ആയത്തിനെ കുറിച്ചിറങ്ങിയ ആയത്താണ്. എന്റെ ശബ്ദമാണ് അങ്ങയേക്കാൾ ഉയർന്ന ശബ്ദം. എന്റെ തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ചിന്തിക്കാറുണ്ടോ മോനെ? ചിന്തിക്കാറുണ്ടോ മോനെ? ഖുർആനിലെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും അതെന്നെ കുറിച്ചിറങ്ങിയതാണ്. അതെന്റെ സ്വഭാവമാണ് പറഞ്ഞത്. ആയത്തിന് പറഞ്ഞത് എന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു പുനർസൃജന നടത്താറുണ്ടോ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഓതിയിട്ടില്ലേ? എത്ര എത്ര ആയത്തുകൾ നമ്മൾ ഓതി. വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. ാണ് വൈരെന്ന നരകമുള്ളത്. ആർക്കാണ് വൈരെന്ന നരകം? നമസ്കാരത്തെ സമയത്തെയും വിട്ടു പിന്തിക്കുന്നവന്. അല്ലാഹുവേ, ഇതെന്നെ കുറിച്ച് പറഞ്ഞ ആയത്താണല്ലോ. വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. സമയവും വിട്ട് അകാരണമായി ഞാൻ പിന്തിക്കാറുണ്ടല്ലോ. ഖുർആൻ ഓതിയാൽ പോരാ, ഈ ആയത്തിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. തൃക്കരിപ്പൂര കച്ചവടക്കാരാ, വൈലുൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون. തൂക്കത്തിലെ കൃത്രിമം കാണിക്കുന്നവന് വൈരന്ന നരകമാണ്. അല്ലാഹുവേ, നീ കച്ചവടക്കാരനാണോ? ഈ ആയത്തോദിക്കുമ്പോൾ നീ ചിന്തിക്കണം, ഇതെന്നെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? എന്നെ കുറിച്ചാണോ ഇത് പറഞ്ഞത്? ഇങ്ങനെ ഖുർആനീക ദർപ്പണത്തിലൂടെ അവനവന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ കണ്ടെത്തിയിട്ട് ചിന്തിക്കുന്നവനാണ് ഖുർആൻ തസ്കിയത്ത് നൽകുക. പെങ്ങളെ, കൊൽക്കങ്ങളെ, ഫലാ തഖ്ലഇന ബിൽ ഖൗൽ. അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, ഞാൻ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ. എന്നെ കുറിച്ചാണല്ലോ അല്ലാഹ് ഈ ആയത്തിൽ പറഞ്ഞത്. അവനവന്റെ ന്യൂനതകളെ ഖുർആനീക ദർശനം വിടത്തി പാട്ടിയ ദർപ്പണത്തിന്റെ മുമ്പ് തെളിഞ്ഞ് കാണാൻ കഴിയുമ്പോ റസൂലിന്റെ നിയോഗം പൂർത്തിയാവുകയാണ്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇതെന്നെ കുറിച്ചിറങ്ങിയ ആയത്താണ്. ഇത് ഇന്നെയാണ് പറഞ്ഞത്. മഹാനവറുകളെ ശബ്ദം പോലും സൂക്ഷിക്കാൻ തുടങ്ങി, ശബ്ദം പോലും ക്രമീകരിക്കാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, ബഅദ വഫാത്തി റസൂലില്ലാഹ്, ബഅദ വഫാത്തി റസൂലില്ലാഹ്
അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സാബിത്ത് റളിയല്ലാഹു തആല യുദ്ധത്തിൽ പങ്കെടുക്കുകയാ. മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആയുധബലം കണ്ട് ആൾബലം കണ്ടിട്ട് സഹാബത്ത് മുഴുവനും പേടിച്ചോടുകയാ. ആയുധവും ആൾബലവും കണ്ട് പേടിച്ചോടുമ്പോ പേടിച്ചോടുന്നത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല എന്ത് ചെയ്തെന്നറിയോ? സഹാബാ, നിങ്ങൾ എവിടേക്കാണ് പേടിച്ചോടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ പരുന്തുകൾ വന്ന് ഞങ്ങളുടെ മാംസങ്ങൾ കൊത്തിപ്പറിച്ചിട്ടും റസൂലിനെ വിട്ടിട്ട് ഞങ്ങൾ ഓടിയിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടേക്ക് പേടിച്ചോടുന്നു സഹാബാ? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അടുത്തു നിന്ന രണ്ട് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ എന്നിട്ട് പറഞ്ഞു, സയ്യിദേ, ഈ മരുഭൂമിയിൽ യുദ്ധപ്പറമ്പിൽ ഒരു കുഴി കൊടുക്കുക. വാൾത്തലപ്പുകൾ നിരന്തരം അവിശ്രാമം മിന്നിത്തിളങ്ങുന്ന ഈ യുദ്ധപ്പറമ്പിൽ എന്തിനാണ് കുഴി കൊടുക്കുന്നത്? ഇല്ല സയ്യിദേ, ഒരു കുഴി കുടിച്ചുതാ. അറിയോ ചെറുപ്പക്കാരാ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇന്നലകളുടെ കനൽപ്പദങ്ങളിലൂടെ നടന്നുപോയ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞത്. ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ യുദ്ധപ്പറമ്പിൽ കുഴി കുടിച്ചു. സാബിത്ത് റളിയല്ലാഹു തആല ഉടവാളും പിടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സയ്യിദേ, എന്റെ കാൽമുട്ട് വരെ മണലിട്ട് മൂട് സയ്യിദേ. മണലിട്ട് മൂടപ്പെട്ടു. എന്തേ സാബിത്തേ? ശത്രുക്കൾ പാഞ്ഞു വരുമ്പോ എന്റെ ശരീരം പിന്തിരിഞ്ഞോണാ പറയുമ്പോ ഓണാകട്ടാടെ കാൽമുട്ടുകളോളം കുഴി കുടിച്ചിട്ട് മണ്ണ് നിറച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്ത് ശഹീദായി മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അഭിനവകാല സമൂഹത്തിനോട് മുത്തറസൂലിന്റെ നിയോഗം വരുമ്പോ എതിരാളികൾ ആയുധം കാണിച്ച് ആൾബലം കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുമ്പോ, ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ സമസ്തയുടെ മക്കളെ വിളിച്ചു പറയണ, പേടിപ്പിക്കണ്ട, വാറോല കണ്ടിട്ട് ഭയപ്പെടുത്തണ്ട, ഒളിഞ്ഞോടുമെന്ന് പിന്തിരിഞ്ഞോടുമെന്ന് കരുതയിട്ട് മരുഭൂമിയിൽ കുഴി കുടിച്ചിട്ട് മണലിട്ടിട്ട് യുദ്ധം ചെയ്ത ഒരു സമുദായത്തിന്റെ പിന്തുണക്കാരാണ് നമ്മൾ. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ലോകത്തെ ശാന്തി വിധിക്കാനല്ല, ഇത് സൗഹാർദ്ദം തകർക്കാനല്ല. ഇത്തിബാഉ സുന്നത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങട്ടെ നാട് ഭീരുക്കളാവാതെ ധൈര്യവാന്മാരായി നിൽക്കാൻ ലോകത്തോട് പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായി നിൽക്കാൻ, എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നമുക്ക് ആൾബലമല്ല വേണ്ടത്, ആദർശത്തിന്റെ ബലമാണ് വേണ്ടത്. സുന്നത്തിന്റെ പിൻബലമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഫലസ്തീനുകളെ തകർക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഫലസ്തീൻ കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിന്റെ മധ്യഭാഗത്തുകൂടി ഫലസ്തീൻ ഒരു മതിൽ പണിതിട്ടുണ്ട്. ആ മതിൽ ധാരാളം ആളുകൾ അറബി ലിപിയിൽ അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീടുകളെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ മുകളിലൂടെ മതിൽ കെട്ടുമ്പോ കഴിഞ്ഞ എന്റെ യാത്രയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ജനാല തുറന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോ ഇസ്രായേലിനെയും ഫലസ്തീനെയും വെട്ടിമുറിക്കപ്പെട്ട ദീർഘമായ മതിൽ, ഓരോ മീറ്ററിന്റെ ഉള്ളിലും അവിടെ പണ്ട് താമസിച്ച ആളുകൾ അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ചത് എന്തെന്നറിയോ? ഞാമെല്ലാം വായിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടി എഴുതി വെക്കുകയാ, രാത്രിയിൽ എന്റെ ഉപ്പാന്റെ ഉമ്മാടെ ചാരത്തിരുന്ന് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം വാരിക്കൊടുത്തപ്പോ ഇസ്രായേലിന്റെ ബുൾഡോസറുകൾ പാഞ്ഞു വന്നു. അരുതേന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് വികലാംഗനായ എന്റെ പിതാവിന്റെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറിയിറങ്ങി. ഒരൽപ്പം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ പോയ ബുൾഡോസറിന്റെ ഭീമാകാരമായ ബുൾഡോസറിന്റെ രണ്ട് ടയറുകള്, ഒരു ടയറിന്റെ ഉപ്പയും മറ്റേ ടയറിൽ തൊട്ടു മുമ്പ് വരെ എന്റെ കയ്യിലിരുന്ന് അമ്മിന്ന് കുടിച്ചെന്റെ പൊന്നു മക്കളുടെയും ശരീരം ചതഞ്ഞനിരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയോട്. എന്റെ വാപ്പയുടെയും എന്റെ രണ്ട് പിഞ്ചു മക്കളുടെയും ചതഞ്ഞരഞ്ഞ ശരീരത്തിന്റെ മുകളിലാണ് ഈ മതില് പണിയപ്പെട്ടതെന്ന് ഫലസ്തീനിന്റെ കഥ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ ഒരു ബോംബിട്ടാൽ പിന്നെ അത് പല ബോംബുകളായി ചിതറിത്തെറിച്ചു പോകും. ഒരു ബോംബ് കൊണ്ടൊരു നാടിനെ തകർക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ ബോംബുകൾ വെക്കുമ്പോഴും അമേരിക്കയുടെ ജാലസമ്പന്നമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ ഫലസ്തീൻ മക്കൾക്ക് പ്രചോദനം കൊടുത്തതാ. അതവരുടെ ആൾഫലമല്ല, അതവരുടെ ആയുധമല്ല. അതേതന്നെ അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ കൊളുത്തിക്കൊടുത്ത വിപ്ലവത്തിന്റെ വീര്യമാണത്. സമാധാന വിപ്ലവത്തിന്റെ വീര്യമാണത്. ഏറെ പറയുന്നില്ല ഞാൻ. ആ ഒരു സിയാറത്ത് വേളയിൽ സഹാബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ ഒരു 10 വയസ്സുള്ള ഫലസ്തീനി ബാലൻ ഒരു സ്കൂൾ ബാഗ് തൂക്കിയിട്ട് മെല്ലെ നടന്നു പോവുകയാണ്. എന്റെ കൂടെ എന്റെ ഗ്രൂപ്പ് അംഗങ്ങളും കൂടെയുണ്ട്. ആ പൊന്നുമോൻ ഇങ്ങനെ ദുഃഖം ഘനീഭവിച്ച കരിമാളിച്ച മുഖവുമായി അവന്റെ മുഖം കണ്ടാലറിയാം അവന്റെ ഹൃദയം കണ്ണുനീരാണെന്ന്. ആ കണ്ണുനീരാണല്ലോ സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നേടിയ ബോബി ഡീലൻ പാടിയതുപോലെ പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിൽ ഒരു കരയുന്ന ഹൃദയമുണ്ടെന്ന് ആർക്കാണ് മനസ്സിലാവാൻ കഴിയാത്തത്? സാഹിത്യ സമ്മാന നേതാവായ ബോബി ഡീലന്റെ വാക്കുകളാണിത്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടാലറിയാം അവന്റെ മനസ്സിൽ കരിമാളിച്ച ദുഃഖമുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു, മോനെ എന്റെ വാപ്പ എവിടെ? എന്നെ അടുത്തുകൂടി തോളിലൂടെ കൈയിട്ടിട്ട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ എവിടെ? 10 വയസ്സുകാരൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആകാശത്തേക്ക് വിരലുയർത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ, ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തായ സ്വർഗത്തിലേക്ക് പോയി. കണ്ണ് നിറഞ്ഞു പോയി. 10 വയസ്സുകാരന്റെ മറുപടി, എന്റെ വാപ്പ മരിച്ചെന്നല്ല, എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയി. കുഞ്ഞുമോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ മയ്യബി. എന്റെ വാപ്പ പോയ സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മയും പോയി. എന്റെ വാപ്പയെയും ഉമ്മയെയും ഈ കാമാലികരെ കൊന്നുകളഞ്ഞു. AK-47 ചൂണ്ടി നിൽക്കുന്ന ഇസ്രയേൽ പട്ടാളക്കാരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്നവനെ രോഷത്തോടെ വിരൽ ചൂണ്ടിയിട്ട് അവൻ പറഞ്ഞു, ഇവരെന്റെ ഉമ്മയെയും ഉപ്പയെയും കൊന്നുകളഞ്ഞു. എന്റെ 2 സഹോദരങ്ങളെ ജയിലിൽ പിടിച്ചിട്ടു. ഇനി ഇവര് പുറം ലോകം കാണില്ല. ഞാനിവിടെ ഫലസ്തീനിൽ ഒറ്റക്കാട്. 10 വയസ്സുകാരനായ ബാലന്റെ കഥന കേട്ടപ്പോ ഞാൻ അവന്റെ തോളിലൂടെ കൈയിട്ടിട്ട് എന്റെ ഒരു അഹങ്കാരമായിരിക്കാം അവനോട് പറഞ്ഞു, മോനെ ഫലസ്തീനിൽ നിനക്കാരുമില്ലല്ലോ, നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കാം, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് എഞ്ചിനീയറാക്കാം. വരുന്നോ കുഞ്ഞ്? സ്നേഹത്തോടെ വിളിച്ചപ്പോ അവന്റെ ഭാവം മാറി. തോളത്തിട്ട എന്റെ വലത്തേക്ക് അവൻ ബലമായി തട്ടിമാറ്റിയിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു, നിന്റെ കൂടെ വന്നാൽ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ, ഡോക്ടർ ആവാനല്ലേ പറ്റൂ? നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ എന്റെ വാപ്പ ഷഹീദായി പോയ സ്വർഗത്തിലേക്ക് ഷഹീദാവാനാണ്, ഞാൻ ഷഹീദാവാനാണ്, ഞാൻ ഈ ഫലസ്തീനിൽ ജീവിക്കുന്നതെന്ന് 10 വയസ്സുകാരൻ പറയുമ്പോ, പൊന്നുമോനെ 10 വയസ്സുകാരന്റെ ആഗ്രഹമേടാ, എനിക്ക് ഷഹീദാവണം, ഷഹീദാവണം. അതുകൊണ്ട് സത്യമതത്തിന്റെ ദീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല, ബലപ്രയോഗമല്ല. റിയാദിലെ ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ഇസ്ലാമെന്ന പ്രകാശത്തിലോട്ട് കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാദിൽ നിന്ന് മുസ്ലിമായി സുന്നത്തുണ്ടായി ജീവിതത്തിൽ നിട്ടയോടെ ജീവിച്ച് ഈ തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും 2 വർഷം കൊണ്ടല്ലാതെ സ്വർഗത്തിന്റെ ഉടമയായി. റിയാദിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട വയസ്സില് ഇരുട്ടിന്റെ മറവിലിരുന്ന് അവന്റെ കരുത്തിലെ താൻ വെട്ടിയിട്ട് കൊടൽമാല വെളിയിലോട്ടിറക്കിയ ആ ബാലികന്മാരെ വിശ്വാസിയെ നിനക്ക് വധിക്കാൻ കഴിയൂ, വിശ്വാസത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തറസൂലിന്റെ ഈ സദസ്സിൽ ഇതഞ്ഞിരിഞ്ഞു പോയ 3 പൊന്നുമക്കളാണ് മോനെ. 2 വർഷം കൊണ്ട് അനിൽ
അനിൽകുമാർ ഫൈസലായപ്പോ 2 വർഷം കൊണ്ട് അയാൾ മുസ്ലിമാക്കിയത് 4 പേരെയാ. തന്റെ 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിലെപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകത്വത്തിന്റെ വചനം പറഞ്ഞിട്ട് കുടിഞ്ഞി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഖബറടക്കിയ ഫൈസലിന്റെ വെള്ളിപ്പെട്ടുന്ന പൊന്നു ഭാര്യ ജസനയോട് റസൂൽ സദസ്സിൽ പറയാ, നടന്നു പോകുന്ന വഴിയെ റസൂലിന്റെ നിയോഗം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴിയെ ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ് ശരീരത്തിലൂടെ രക്തം കണ്ടല്ലാ തുടങ്ങുമ്പോ രക്തത്തിൽ കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അവരോട് യാസിർ കുടുംബമേ ക്ഷമിക്കണേ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്കാണ് പടച്ചറപ്പിന്റെ സ്വർഗമുള്ളത്. അവരോട് യാസിർ കുടുംബത്തോട് മുത്ത് റസൂൽ പറഞ്ഞ ഈ തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളായിട്ട് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരക്കുമ്പോഴും വിചാരധാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത യാസിറിന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ, ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുഅ്മിനത്തായ പെണ്ണിനോട് നാളെ 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലാവി ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു പത്ര സന്തോഷത്തോട്, ഞാനിനി സ്വർഗത്തിലാ. ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും മുതൽക്ക് പല ആളുകൾ വധഭീഷണി മുടക്കിയപ്പോ ഫൈസൽ പള്ളിക്കല ഇമാമിനോട് പറഞ്ഞു തന്നെ അവര് കൊന്നാലെന്താ, ഞാൻ അല്ലാണ്ട് സ്വർഗത്തിലല്ലേ, ഞാൻ അല്ലാണ്ട് സ്വർഗത്തിലല്ലേ. മുഅ്മിനീങ്ങളെ 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗം ഉറപ്പിച്ചിട്ട് ഷഹീദായി മരിക്കാൻ കിടന്നുവെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ, പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? റസൂലിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ ആ സ്വർഗലോകത്തോട്ട് കടന്നു പോകാൻ ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാ. അല്ലാഹുവേ, ഷഹീദ് യാസിറിനെ കൊടുത്ത തിരൂരിൽ 40 പേരെ മുസ്ലിമാക്കുണ്ട്. റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്ക് കൊടുത്ത തിരൂരിലെ യാസിറിന് വഴിയരികിലേക്ക് നിഷ്ഠൂരമായി കൊത്തിവെട്ടിക്കൊന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെയാണ്. യാസിറിന് ശേഷം ഫൈസലിന് ഇല്ല ഇല്ല, വിശ്വാസിയെ കൊല്ലാൻ കഴിയും, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ഇത് റോമയുടെ മുകളിൽ കയറിയ വിശ്വാസമാണ്, ഇത് കിസ്രയെ തകർത്ത വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരായി മാറുക? സുന്നത്തിന്റെ പേര് മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിലൂടെ നടക്കുക. ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല മകനായി അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ നിങ്ങളെ നടത്തണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണേ അല്ലാ. ആ നിയോഗമാർക്കൊക്കെ റസൂലിന്റെ കുടുംബം പട്ടിണിയിലായി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. സമയായോ? സമയായോ? അതാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു വിഷയം പറയുമ്പോൾ ഒരു തലങ്ങളിലേക്ക് പോകണം. അല്ലാഹു നമുക്ക് പ്രയോജനം തരട്ടെ.
ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകട്ടെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സലാത്തിലേക്ക് ആര് എഴുന്നേൽക്കത്? നബിയങ്ങളുടെ ഇത് വാതിന്റെ സദസ്സല്ല. അവിടെ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇത് നബിയങ്ങളുടെ സലാത്തിന്റെ സദസ്സാണ്. അവസാനം എഴുന്നേറ്റ് നിന്ന് നമുക്ക് സലാത്ത് വരണം, എന്നിട്ട് പിരിയാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ അവസരങ്ങളൊക്കെ ഉസ്താദന്മാരൊക്കെ കയറ്റി ഉസ്താദാണ് എനിക്ക് വെള്ളം എടുത്ത് തരണം. അള്ളാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. യോഗ്യതയല്ല, അള്ളാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. മാ വസല മൻ വസല ഇല്ലാ ബിൽ അദബ്. ഒരു പദവിയിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദബ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് അദബ് തരട്ടെ. എല്ലാവരും അവിടെ തന്നെ എനിക്കൊരു 10-15 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. എന്തായി 11 ഞാൻ തമാശ ഒന്നും പറയാത്ത സദസ്സിന്റെ ഗൗരവം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 11 അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിയോഗത്തിന്റെ ഇപ്പൊ സമകാലീന സമൂഹമായിട്ട് നടക്കണ ഒരു കാര്യം മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രത്യേകിച്ച് ഒരു കാസർഗോഡ് ജില്ലയാണ്. എല്ലാവരും ഒരു വലിയ ആരോപണമുണ്ട്. ഞാൻ ഒരർത്ഥത്തിൽ നോട്ട് നിരോധത്തെ അനുകൂലിക്കുന്നു. ഒരർത്ഥത്തിൽ കാണിച്ചത് ശുദ്ധ മണ്ടത്തരത് വേറെ കാര്യം. പക്ഷേ കാലാകാലങ്ങളായി കോഴിക്കോടെയും കാസർഗോഡെയും മാപ്പിളമാരുടെ മച്ചിലും വേപ്പുറത്തും കട്ടിലിന്റെ അടിയിലും കുറെ കള്ളപ്പണം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും എല്ലാവരും ബാങ്ക് ഇട്ടല്ലോ. അപ്പൊ അറിയാം ആരുടെ കയ്യിലുണ്ടായിരുന്നു. കുറെ നാളായി ന്യൂനപക്ഷ സമൂഹത്തെ ഭീതിപ്പെടുത്താണ്. അവരെ കട്ടിലിന്റെ കീഴെയും അവരെ മച്ചിന്റെ മുകളിലും ഒക്കെ കള്ളപ്പണമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹവാലയുണ്ട്. ഇപ്പൊ അതെല്ലാവരും ബാങ്കിൽ കൊണ്ടിട്ടല്ലോ. ഇനി അറിയാം കണക്ക് വരട്ടെ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ചില മണ്ടത്തരം നമുക്കൊരു ആശ്വാസവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വിട്ടുകളയരുത്. എന്താ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇൻഷാ അല്ലാഹ് നാളെ വഫാത്താണ്. അതിനോടനുബന്ധിച്ച് ഇതിന്റെ ബാക്കി കൂടെ ഞാൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ മടുത്തുപോയോ? മടുത്തോ? നാളെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ഒരല്പം കൂടെ കയറ്റിയിടും. ഇത്രയും ദൂരം വന്നാൽ പറ്റൂല, എനിക്ക് തീരെ പറ്റൂല. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന സദസ്സാണ്. ഇതിന് ആളുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാഹ് മഗ്രിബ് കഴിഞ്ഞു വന്ന ആളുകളാണ്. 11 മണി വരെ ഒരാളും അനങ്ങിയിട്ടില്ല. അതിനൊരു വലിയ ഖൈറാണ്. നാളെ 7 മണിക്ക്. എത്ര മണിക്ക് നിങ്ങൾ പറ, എന്നാലും മനസ്സിൽ 7 മണിക്ക്. ലാ യസീദു വലാ യൻഖുസ്. പണ്ടാരോ വന്നാലും മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ നടക്കുമെന്ന് പറഞ്ഞാലും വന്നാലും വന്നില്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങും. ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മുത്തറസൂല് പറഞ്ഞൊരു കാര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു വലിയ പ്രതിസന്ധിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഗൾഫിൽ. അല്ലാഹു ആ പാവപ്പെട്ട പ്രവാസികളെ കാക്കട്ടെ. MFIPയുടെ ലൈവിലൂടെ ആയിരക്കണക്കിന് പ്രവാസികൾ പ്രസംഗിപ്പ് ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആ സാധുക്കളെ കാക്കട്ടെ. ഇപ്പൊ ആമീൻ പറഞ്ഞു. അവനാന്റെ ഭർത്താവിന് ഗൾഫിന്റെ കാര്യം വന്നപ്പോ എല്ലാവർക്കും ആമീൻ ഉണ്ടായി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു ആമീനും പറയാത്തവര് ഗൾഫിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. എന്താ എന്റെ മാപ്പിള അവിടെ ഉണ്ട്? അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പാവപ്പെട്ട ഗൾഫുകാരൻ ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് ഭാര്യ ഉമ്മായും വിളിച്ചിട്ട് പൈസ അയക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ ഭാര്യമാരും അയക്കല്ലേ, പൈസ അയക്കണ്ട, ബാങ്കിൽ ഇടല്ലേ, കുഴപ്പമാണ്. ആദ്യമായിട്ടൊരു ഗൾഫുകാരനുണ്ട് ഭാര്യ മക്കളും ഇനി അയക്കല്ലേ എന്ന് പറഞ്ഞു. പാവപ്പെട്ട ഗൾഫുകാരൻ അത്തരന്റെ മണം മാത്രമേ അവനുള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ പാവമാണ് ഗൾഫുകാരൻ. 1000 റിയാൽ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോ ടാക്സി വിളിക്കും. അപ്പൊ പറയാം 10 റിയാൽ 10 റിയാൽ. അപ്പം ചിന്തിക്കും പടച്ചോനെ 999 ബാക്കി വീട്ടയക്കാൻ പറ്റൂ. അവൻ ആ 10 റിയാൽ വെച്ച് 1000 തികച്ചിട്ട് 2 കിലോമീറ്റർ വെയിലത്തൂടെ നടന്ന് ലുലു എക്സ്ചേഞ്ചിൽ വന്നിട്ട് പൈസ ബാങ്ക് അയച്ചു കൊടുക്കും. 2 ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്. അവള് പെട്ടെന്ന് മൊബൈൽ എടുത്ത് പൈസ മാറാൻ വേണ്ടി 500 രൂപ കൊടുത്ത് കാറും വിളിച്ച് പോയി മാറ്റും. ഇതാണ് ഗൾഫുകാരൻ. അവൻ നടന്നു പോയിട്ട് അയച്ച പൈസ മേടിക്കാൻ 1000 രൂപയ്ക്ക് ടാക്സി വിളിച്ച് ഇവളവിടെ പോയി മാറ്റിയെടുക്കും. ഇതാണ് യഥാർത്ഥ ഗൾഫുകാരൻ. അവൻ അത്തരന്റെ മണമേ ഉള്ളൂ. 6 മാസം ലീവിന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് കടം മേടിച്ചിട്ട് വരും. 6 മാസം ഇവിടെ നിൽക്കുമ്പോൾ അതും കടവാകും. പിന്നെ ഇവിടെ നിന്ന് കടം മേടിച്ച്
അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് വാങ്ങിച്ചത് തീർക്കും. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കട പോകും. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വരുമ്പോൾ ഒരു പെട്ടിയും അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടിയും, ഇതിനപ്പുറത്തേക്ക് ഈ വർഷാവർഷം വന്നു പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കയ്യൊരു പെട്ടി ഉണ്ടാവും, ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് പാവപ്പെട്ടവരൊന്നുമില്ല. പിന്നെ ഒരു അത്തറിന്റെ മണമുണ്ട്. ഇപ്പം ഗൾഫ് മുഴുവനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ധാരാളം ആളുകളെ പിടിച്ചുവിടപ്പെടുന്നു, സ്വദേശിവൽക്കരണം നടക്കുന്നു. തൃക്കരിപ്പൂരൊക്കെ ഒരു ഗൾഫിന്റെ മുകളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അങ്ങനല്ലേ? എവിടെ കച്ചവടമാണ് തൃക്കരിപ്പൂരിൽ? അങ്ങനെ ഗൾഫാണ്. ഇതൊന്നും മനുഷ്യന്മാരൊന്നും ഉണ്ടാകുന്നില്ല. പ്രവാസികളല്ലേ കൂടുതൽ? റിയാലിന്റെ മണമാണോ അതോ ഗാന്ധിജിയുടെ മണമാണോ കൂടുതൽ? റിയാലും ദീർഘമൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് ബറക്കത്ത് ചെയ്യട്ടെ. ഗൾഫുകാർ നല്ല സദഖ ചെയ്യും, കാരണം അവര് അത് കണ്ടുപഠിച്ചവരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു ദൗത്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കടക്കുകയാണ് സ്വലാത്തിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രതിസന്ധി, ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ നിയോഗത്തിലൂടെ പഠിപ്പിച്ചു തന്നു ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തൃക്കരിപ്പൂരപ്പങ്ങളെ കൊടുക്കുക. വാക്കവി ഞങ്ങളുടെ നാട്ടിലാദ്യം വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. നബി ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോ പാതിരാ സമയത്ത് തന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ കിടന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കരയുന്നതെന്തിനാണ്? കൊച്ചുമക്കളുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച ഉപ്പയോട് നിറവാന കണ്ണുകളോട് ഫാത്തിമ പറഞ്ഞ മറുപടി, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് നബിയെ, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് തിരുദൂതരെ. ഹബീബായ നബി ഞങ്ങളുടെ ഉള്ളു വിടന്നുപോയി. എന്റെ കരളിന്റെ ക്ഷണമായ ഫാത്തിമ പിറവിയെടുത്ത മക്കൾ പാതിരാ സമയത്ത് അർദ്ധരാത്രി കിടന്നിട്ട് വിശന്നിട്ട് ഉറക്കം വരാതെ കരയുന്നെന്ന് കേട്ടപ്പോ മുത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. എന്താണ് പകരം കൊടുക്കാൻ കഴിയുക? ആ സമയത്ത് പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലത്, അവർക്ക് നിനക്ക് മുല്ലപ്പാല് കൊടുത്തുകൂടെ ഫാത്തിമ? മുലപ്പാല് കൊടുത്തുകൂടെ മോളെ? അതിന് പകരം മറുപടി കിട്ടിയത് നിരത്താറെയുള്ള പൊട്ടിക്കരച്ചിലാണ്. പ്രിയപ്പെട്ട കരളിന്റെ കശനത്തിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോ മുഖം പൂട്ടി വെച്ചിട്ട് കരയാണ് പൊന്നുമോ സ്വർഗ സുരവാണികളുടെ നേതാവ്, സ്വർഗീയ പെണ്ണുക്കളുടെ നേതാവ്, നാളെ സ്വർഗത്തിന്റെ കൊടി പിടിക്കേണ്ട മകളാണെന്ന് പൊട്ടിക്കരയാണ്. എന്റെ മോളെ കരയുന്നത്? ഉപ്പാടെ മോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി തിരുപ്പ പൊന്നുപ്പ. ഉപ്പാടെ മോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി ഉപ്പാ ഭക്ഷണം കഴിക്കാതെ മോളുടെ സ്ഥലങ്ങളിൽ മുലപ്പാല് പോലും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വറ്റിപ്പോയ ഉപ്പാ. തൃക്കരിപ്പൂരിന്റെ സമൃദ്ധിയിൽ അല്ലാഹുവിനെ നിലനിർത്തി തരട്ടെ. നീ വിനീത ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും പെങ്ങളെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ലോകത്തിന്റെ രാജാവായിരുന്നിട്ടും ഒരു വെള്ളി പോലും കൊട്ടാരത്തിലില്ലാതിരുന്ന രാജാവിന്റെ കഥ പറയുമ്പോ മുത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായോ?
പട്ടിണി കാരണത്താൽ വയറൊട്ടുന്നുവോ, മുലപ്പാതി ഇല്ലാതാകുന്നുവോ. രാവിലെ സുബഹി കഴിഞ്ഞപ്പോ അറിയണേ ചെറുപ്പക്കാരാ, ലോകത്തോട് പറയണം റബീന്റെ ഈ പ്രഭാഷണ പേര് രാവിലെ ഇറങ്ങി തിരിച്ചു മുത്തുനബി മുഹമ്മദ് മുസ്തഫ ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട് ഞാൻ നിന്റെ മരങ്ങൾക്ക് വെള്ളം കോരി തരട്ടെയോ. ദീനാറുകൾ നിശ്ചയിച്ചിട്ട് ജൂതന്റെ തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തു. ആ ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉറവിടത്തിലൂടെ തന്റെ റിസാലത്തിന്റെ തോളില് തോൽപാത്രത്തിന് വെള്ളവും നനനുറച്ച് ഓരോ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചുവട്ടിലും നനച്ചു കൊടുത്തു കൂലിപ്പണിയെടുക്കുന്നു. ആരെന്നറിയോ? ഈ ദുനിയാവിൽ ഈ മണ്ണിന്റെ മുകളിൽ കാലി ചവിട്ടി നടന്നവര് ഏറ്റവും ഉന്നതനായ പ്രവാചകൻ മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ ഭൂമിയുടെ മുകളിൽ കാലി ചവിട്ടിയവര് ഏറ്റവും ഉന്നതനായ പ്രവാചകൻ. ആ തോളിന്റെ മുകളിൽ വെള്ളവച്ച വന്നുകൊണ്ട് ഈ തപ്പന മരത്തിന് നനച്ചു കൊടുത്ത് അതിന്റെ ഇടയിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ അറിയാതെ തോൽപാത്രം വെള്ളത്തിലേക്ക് വീണുപോയി. കിണറ്റിലേക്ക് വിഷാദ വിഷണ്ണനായി നിൽക്കുന്ന മുത്തിന്റെ മുമ്പിലേക്ക് കോപാകാരനായി ഓടിപ്പോയി തോട്ടമുടമയായ ജൂതന് എന്റെ തോൽപാത്രം കിണറ്റിൽ കളഞ്ഞോടാ പരമദ്രോഹി. തന്റെ കൈവീശി അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ ചുമലിലേക്ക് ആദ്യം പ്രകരിച്ചില്ല മുഅ്മിനീങ്ങളെ. ഹബീബായ മുത്തിന്റെ റിസാലത്തിന്റെ വലത്തെ തോളില് ജൂതന്റെ കൈവിരലുകൾ ആടത്തിരിപ്പതിന് വേദന കൊണ്ട് പൊളയവേ. ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന്, ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന് ആക്രോശത്തോടെ പറയവേ. എനിക്ക് തരാനുള്ള കൂലി നൽകണേ, തരാനുള്ള കൂലി നൽകണേ. ഇല്ല, നിനക്ക് തരാനുള്ള കൂലി നീ നഷ്ടപ്പെട്ട തോൽപാത്രത്തിന് പകരമായി ഒന്നുമില്ലെന്ന് പറയുമ്പോ ആ ജൂതന്റെ മുമ്പിൽ ഒരു സാധുവിനെ പോലെ നിന്നിട്ട് ഒന്നും തരാതെ വെറുകയോടെ മടക്കല്ലേ. എന്റെ ഫാത്തിമയും മക്കളും വീട്ടിൽ പട്ടിണിയിലാ. എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി. ഒരു കുമ്പിള് കാരക്കയെങ്കിലും തരുമോ? അതേവരെ വെള്ളം കോരിയതിന് പകരമായി ഒരു കുമ്പിള് കാരക്ക കയ്യിൽ വാങ്ങിച്ചിട്ട് വേദനയും സഹിച്ച് മുത്തറസൂല് വീട്ടിലെത്തി. വാതിലിൽ മുട്ടി. പൊന്നുമോള് ഫാത്തിമ ലോകത്തിന്റെ വസന്തം വന്ന് വാതിൽ തുറന്നു. തുറന്നു നിന്ന് മോളുടെ കയ്യിലേക്ക് തന്റെ കയ്യിലെടുക്കുന്ന കാരക്ക മോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമ കിതഅതു ഖബദി, പൊന്നുമോളെ കഴിച്ചോ മോളെ, ഉപ്പാട മോള് കഴിച്ചോടി പൊന്നുമോളെ, എന്നിട്ട് മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമോളെ എന്നും പറഞ്ഞ് താൻ അധ്വാനിച്ച കാരക്ക മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങി നിൽക്കവേ ഉപ്പാനെ വിളിച്ചപ്പോ എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞു നടക്കുമ്പോ തിരിഞ്ഞു നടക്കുന്ന ഉപ്പാന്റെ മുതുകിൽ അന്യന്റെ കൈയുടെ അടയാളം കണ്ട് ഓ വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ഫാത്തിമത്തു റളിയല്ലാഹു തആല അൻഹാ, ഉപ്പാ എന്തേ മോളെ, ഇതെന്താണ് ഉപ്പാ? വേണ്ട മോളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുമ്പിൽ നിന്ന് കടന്നുപോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഒരു ഹറാമ് പോലും മക്കളെ തീറ്റിക്കരുത്, മക്കളെ തീറ്റിക്കരുത്. ഇത് പറയാനാണ് ഞാനിത് വന്നത്. നോട്ട് നിരോധിക്കട്ടെ, ബിസിനസ് തകരട്ടെ, എന്ത് വന്നാലും ചെറുപ്പക്കാരാ മുത്ത് റസൂലിന്റെ നിയോഗം ഈ സമകാലീന ലോകത്തോട് പറയാനാണ്. നീ ഹറാമ് ചെയ്യരുത്, പലിശ വാങ്ങിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, മദ്യം വിൽക്കരുത്. നീ ഹലാലായി അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടില്ലേ? ഏത് പ്രയാസം വന്നാലും ഈ തൃക്കരിപ്പൂരങ്ങാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ചക്രമുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന, മത്തിക്കച്ചവടം തലയിൽ വെച്ച് നടത്തുന്ന, ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയാ ആർക്കെങ്കിലും 3 സഹോദരിമാരെ അല്ലാഹു തന്നാൽ
അല്ലെങ്കിൽ 3 പെൺമക്കളെ തന്നാൽ ആ സഹോദരിമാരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ ആ പെൺമക്കളെ പഠിപ്പിക്കാനും അവരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഒരു സഹോദരനോ ഒരു പിതാവോ കൂലിപ്പണി ചെയ്താ അവൻ ഓട്ടോറിക്ഷ ഓടിച്ച ബഹുവക്കൽ മുജാഹിദ് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തതുപോലെയോ നിന്റെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഹബീബായ നബി തങ്ങൾ ഈത്തപ്പന മരത്തിന് വെള്ളം കോരിയതെന്തിനാ? ഓരെണ്ണം മുമ്പിനെ ഉഹദ് പർവ്വതമാണ് വന്നിട്ട് ചോദിച്ചത് ഞാൻ സ്വർണ്ണമായി തരട്ടെയോ? വേണ്ട വേണ്ട ഞാൻ സ്വർണ്ണമാകട്ടെയോ? വേണ്ട വേണ്ട ഞാൻ സ്വർണ്ണമാകട്ടെയോ? വേണ്ട വേണ്ട. ഇതെന്തോ ഒരു പ്രവാചകനാണ്. റസൂലേ ഖസം തമാമേ ഉമം ഗുലാമേ കറം വജൂദോ അദം ഖുദൂസോ കിദം ജഹാൻ में या तेरे लिए फरिश्ते किदम रसूले हशम शमामे उमम गुलामे करम അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് കാണിച്ചു തന്ന ഔദാര്യത്തിന്റെ നിഴലിലാണ് പിന്നെയുള്ളവർ ഓരോ നിന്നത്. ഖുദൂസേ ഖദം അല്ലാഹുവിന്റെ തിരുദൂതരെ അല്ലാഹുവിന്റെ അനാദിയിലെ തീരുമാനമാണെന്ന് തമാമേ ഉമം ഈ ലോകത്തിന്റെ പൂർണ്ണ മാതൃകയാണ് തിരുദൂതരെ. ആ സമയത്ത് കഠിനാധ്വാനം ചെയ്തു ഒരു കൂലിപ്പണിക്കാരൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഫുട്പാത്തിൽ പൊരിവെയിലത്ത് കച്ചവടം ചെയ്തു. ബഹുവക്കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനാ. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ റസൂൽ പകർത്തി തന്ന കൊളുത്തി തന്ന പ്രകാശങ്ങൾ ജീവിതത്തിൽ കൊളുത്തുക. ഇനി റസൂൽ എന്ന ഭർത്താവ്, ഇനി റസൂൽ എന്ന പിതാവ്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. തന്റെ വീട്ടിൽ പട്ടിണി കൂടിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാലാചന്തയിലെ പുല്ല് കച്ചവടക്കാരനാണ് ഫാത്തിമ എന്ന പരാതി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഇങ്ങനെ ഒരു പട്ടിണിക്കാരനാണല്ലോ അങ്ങനെയൊക്കെ ഭർത്താവായി നിയമിച്ചു തന്നത്. എത്രയെത്ര സമ്പന്നന്മാർ അങ്ങയുടെ സഹാബത്തിലുണ്ടായിരുന്നു. പൊന്നുമോളുടെ ചോദ്യമാണ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനായ അലിയിനെയാണോ എനിക്ക് ഭർത്താവായി തന്നത്? പരാതി പറഞ്ഞ മകളോട് മറുപടി, മോളെ ഫാത്തിമ അല്ലാഹു 2 പുരുഷന്മാരെ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ആ 2 പേര് ആരാണ്? ഉപ്പ ഒന്ന് അബൂക്കി നിന്റെ വാപ്പയാണ് മോളെ, ഞാനാണ് മോളെ. 2 സൗദുക്കി നിന്റെ ഭർത്താവാണ് പൊന്നുമോളെ. പറയാൻ പറ്റോ? കാസർഗോഡ് പെണ്ണെ, തൃക്കരിപ്പൂര പെണ്ണെ, നിനക്കിട്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് ഉപ്പാന്റെ കണ്ണീരിന് വിലയില്ല, ഉമ്മാടെ മുലപ്പാലിന്റെ മണത്തിനും വിലയില്ല, അവൾ അനുഭവിച്ച താരാട്ടിനും പ്രശ്നമില്ല. നിനക്കിട്ടപ്പെട്ടവന്റെ കൈപിടിച്ചു പോകുമ്പോ വാപ്പ ഏൽപ്പിച്ചു തന്ന ഭർത്താവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ ഫാത്തിമ നീ ജീവിച്ചത് 2 സ്വർഗവാസികളുടെ കൂടെയാണ്. അബൂക്കി ഒന്ന് നിന്റെ ഉപ്പയാണ്, 2 സൗദുക്കി നിന്റെ ഭർത്താവാണ് ഫാത്തിമ. സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ഫാത്തിമയെല്ലാം മറന്നു, ഫാത്തിമയെല്ലാം മറന്നു. റളിയല്ലാഹു അൻഹാ തൃക്കരിപ്പൂര പെങ്ങളെ, ഈ ലോകം അവസാനിക്കുന്നതാണ് ഫാത്തിമയ്ക്കറിയാം. പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിരങ്ങിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രി പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, ഫാത്തിമ എനിക്ക് അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ. അതുകൊണ്ട് റബീഇന്റെ ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചൊല്ലി നമ്മൾ ദുആയിലോട്ട് കടക്കുന്നു. നാളെ ലക്ഷക്കണക്കിന് സലാത്തുകൾ സമാപനത്തിന് ചൊല്ലി നാളത്തെ രാത്രിയിൽ മലക്കുകൾ ആമീൻ പറയും, മലക്കുകൾ സലാത്ത് ചൊല്ലും. തങ്ങളെ ഫാത്തിമയാവുക, ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങൾ വെടിയുക. അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണമല്ലാ, സ്വർഗം വേണമല്ലാ. അവിടെയല്ലേ ഏറ്റവും നല്ല സുഖമുള്ളത്. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട.
സ്വർഗത്തില് വേർപ്പൊലിക്കണ്ട. സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഇതാപ്പെട്ട കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഖുർആൻ പറയുന്നൊരു കാഴ്ചയുണ്ട്. അവരും അവരുടെ ഭാര്യമാരും അവരുടെ പൊന്നുമക്കളെ മടിയിലിരുത്തിയിട്ട് അവര് സ്വർഗത്തിലെ ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബീന്റെ മഹാസദസ്സിലെ പെങ്ങളെ ഞാൻ ആദ്യം ചോദിക്കുകയാണ്, ഭാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഈ കറുകറുത്ത പർദ്ദയിട്ട സമൂഹത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്വർണ്ണവള ഈ സദസ്സിൽ നിന്ന് ഞാൻ എന്റെ 18 വർഷത്തെ പ്രഭാഷണ വേദികൾ ഇന്നലെ ഇതേ സമയത്ത് കോട്ടയം ജില്ലയിലെ ഈരാട്ടുപേട്ട ഇതിന്റെ 10 മടങ്ങ് സ്ത്രീകൾ നിരന്ന് കിടക്കുന്നു. ചോദിച്ചൊരു വള തരുമോ? 999 പേര് ഇതുവരെ തന്നിട്ടുണ്ട്. ഒരു സഹോദരി തന്നു, 1000-ാമത്തെ ആള് ഞാനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഒരു മുറാദ് ഹാസിലാക്കട്ടെ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ഇന്നിവിടെ തരുന്നത് 1001-ാമത്തെ ആളാണ്. ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു സഹോദരിമാര് ഈ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിലേക്ക്, ഈ ഖുർആന്റെ സദസ്സിലേക്ക് ഈ ഖുർആൻ ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ വിവരിച്ചു തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വള പാക്കവിയുടെ എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. 10 സലാത്ത് ചൊല്ലാൻ പോവാണ്. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കീൻ. സഹോദരിമാരെവിടെ ഇരിക്കീൻ. സയ്യിദന്മാർ ഉസ്താദന്മാരൊക്കെ ഇരുന്നു. ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് കൊണ്ട് എന്റെ രോഗം മാറണം, എന്റെ പ്രയാസം മാറണം, എന്റെ പൊന്നുമക്കൾ ഹാഫിളീങ്ങളാവണം എന്ന നിയ്യത്തോടെ ഒരു വള ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ഒരു സഹോദരി ഇൻഷാ അല്ലാഹ് ആദ്യം പറയാം. ഒരു വള കൊടുത്തു വിടി. എന്റെ എല്ലാ സദസ്സിലും ഞാനും ഭാര്യയും കൂടെ ഹജ്ജിന് പോയിരുന്ന പ്രാവശ്യം കൂടെ വന്നവരോടറിയാം, അവിടെയും റൗളയുടെ മുമ്പിൽ അല്ലാഹുവേ സ്വർഗമെന്ന് പറഞ്ഞ ഭൂമിയിലെ സ്വർഗമെന്ന് വെള്ളപ്പനവനാനി പിരിച്ചെടുത്തിരിക്കാൻ 2 മണിക്കൂറോളം കിട്ടിയ തഹജ്ജുദിന് മുമ്പ് അപ്പെടുന്നു, റബ്ബേ ഇത് ഭൂമിയിലെ സ്വർഗമാണ്. ഈ വിനീതന്റെ കയ്യിൽ സ്വർഗം തന്ന ലക്ഷങ്ങൾ തന്നെ 10,000-കണക്കിന് ആളുകളുണ്ട്. അവരെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഈ സംഘാടകർ ഒരു സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. നാളെ വരുമ്പോ ഇതിനു വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ, 1000, 2000, 5000, 10,000 നാളെ സ്വലാത്തിന്റെ മഹാസദസ്സിൽ ദുആ ചെയ്യാൻ അത് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരങ്ങനെ, നേരിട്ട് കൊണ്ടുവരുന്നവരങ്ങനെ ഈ സദസ്സിലേക്ക് എത്തിക്കണേ. ബിഹഖി സല്ലല്ലാഹു മാഷാ അല്ലാഹ്. ഒരു സഹോദരൻ കൂടി 1 ലക്ഷം രൂപ സംഭാവന. ലമ്മാ അലാ ഖദനാ മുഹമ്മദ് ഖൈറുർ റസൂൽ താഹൽ മുകറം സല്ലല്ലാഹു അലൈഹി. ഒരു കവർ തന്നിട്ടുണ്ട്, തികഞ്ഞിട്ടില്ല ആളുകൾ. അപ്പോ നിങ്ങൾ കണക്കൂട്ടിയും കൂടുതൽ ആളുകളുണ്ട്. എല്ലാവരും നാളെ റബീ പ്രഭാഷണം ഇനി അടുത്ത സമയത്തൊന്നുമില്ല. നാളെ ഇതേപോലെ എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് മുടങ്ങും. മാലേ ഹബീബ് സിവാ മുഹമ്മദ് യൗമൽ ഖിയാമത്തി ലിയുനഹമ സല്ലല്ലാഹു. അല്ലാഹുവേ 1 ലക്ഷം രൂപ തന്ന സഹോദരൻ ആലിമീങ്ങളെ സാറാത്തുകൾ നിറഞ്ഞ ഈ സദസ്സില് ഈ ചെയ്യുന്ന സദഖയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ റബീഉൽ ആദ്യ ദിവസം നിന്ന് മുത്ത് റസൂലിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഓരോ ലക്ഷം നിന്ന് 5 സഹോദരങ്ങൾ അല്ലാഹുവേ അവരെ നീ കൈവിടല്ലേ അല്ലാഹ്. അവരുടെ കൈ നീ പിടിക്കണേ അല്ലാഹ്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ ഇനിയും പറയണം 6-ാമത്തെ ആളുകളാരാ. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം രൂപ അല്ലാഹുവേ അവരുടെ പ്രതിസന്ധികളുമായിട്ട് നീ അവർക്ക് കാവലാകണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ കൈപിടിച്ച് സന്മാർഗത്തിലാക്കണേ അല്ലാഹ്.
ഒരു സ്ത്രീ ഒരു പവന്റെ സ്വർണ്ണം മാഷാ അല്ലാഹ്, ഒരു പവന്റെ സ്വർണ്ണം മാഷാ അല്ലാഹ്, പെണ്ണുങ്ങളുടെ ഗർഭം ധരിച്ച മക്കള് 6666 ആയത്തുകൾ കാണാതെ പഠിച്ച 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്നു. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, പടച്ചവനെ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. അലസ്സമാഇ സമാ മുഹമ്മദ് ജിബ്രീലു ഖാല ലഹു തഖദ്ദം സല്ലല്ലാഹു. ഇനിയും പറയും സഹോദരിമാരെ, ഓരോ പവൻ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സ്വർണ്ണമാണ്. നിനക്ക് സ്വർണം വേണോ അതോ സ്വർഗം വേണോ? നമ്മൾ ഏതൊക്കെ കരുതി കൂട്ടി വെച്ചാലും വില കുറയില്ലേ. 1000 വേണ്ടല്ലോ, 500 വേണ്ടല്ലോ, 2 ലക്ഷത്തിന് വാങ്ങിച്ച സ്ഥലത്തിന് 50,000 വിലയില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ കയ്യിലുള്ളതിന് വില കുറയില്ല. അലാ ഇന്ന സുല്ലത്തല്ലാഹി ഖാലിയാ, പടച്ചറപ്പിന്റെ കയ്യിലുള്ളതിന് വില കുറയില്ല മോളെ. അല്ലാഹുവിന്റെ കയ്യിലുള്ളത് സ്വർഗമാണ്. അലാ ഇന്ന സുല്ലത്തല്ലാഹി ജന്നാ, അല്ലാഹുവിന്റെ കയ്യിലുള്ളത് സ്വർഗമാ. സ്വർഗത്തിന് വില കുറയില്ല, സ്വർണ്ണത്തിന് വില കുറയും. അതുകൊണ്ട് പെങ്ങളെ തരിക അല്ലാഹുവേ, റംല എന്റെ പൊന്നുമോന് ഹാഫിളാവണം. റംല എന്ന